ഹായ് ഗൈസ്, ആദ്യം തന്നെ ഞാൻ പറയുവാണ്, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഓക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് വയലൻസിൻ്റെ പരിപാടിയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് 2 ദിവസം മുമ്പ് സുമൻ എന്ന് പറയുന്ന ഒരാളെ അച്ചു ആനന്ദു, 2 സഹോദരങ്ങൾ ചേർന്ന് ബാറിലുണ്ടായ ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ നട റോട്ടിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊന്നു. ഭയങ്കര കയ്യൂക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ബോധമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ എനിക്കൊരവസരം കിട്ടുവാണ് നിയമത്തിൽ എന്തെങ്കിലും ഒരു ഭേദഗതി വരുത്തിയിട്ട് ഈ ക്രൈംസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. ഒന്നാമത്തെ കാര്യം, ഈ ആഭ്യന്തരമന്ത്രി, അതായത് പോലീസ് മന്ത്രി എന്ന് പറയുന്ന ആളെ പോലീസ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരനെ തന്നെ നിയമിക്കുക, അതിനൊരു വകുപ്പ് കൊണ്ടുവരിക. രണ്ടാമത്തെ കാര്യം, ഇത്രത്തോളം ഒരാളുടെ ജീവനെടുക്കത്തക്ക വിധം വയലൻസ് ചെയ്യുന്നവന്മാരെ ലൈഫ് ലോങ് ആയിട്ട് ജയിലിൽ കിടത്തുക. അതായത് 7.5 വർഷം 15 വർഷം കഴിഞ്ഞ് തുറന്നു വിടുന്ന പരിപാടിയല്ല. അതിൻ്റെ ഇടയ്ക്ക് 2-3 പരോളൊക്കെ കൊടുത്ത് തുറന്നു വിടുന്ന പരിപാടിയല്ല. 70 അല്ലെങ്കിൽ 80 വർഷത്തോളം കാലം പരോളിന് സാധ്യതയില്ലാത്ത രീതിയിൽ ജയിലിനകത്ത് തന്നെ പിടിച്ചിടുക. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന പരിപാടിയാണ്. പുതിയ നിയമം വന്നല്ലോ, ജയിലിൽ കിടക്കുന്നവർക്ക് 600 സംതിങ് രൂപ കൊടുക്കുക, ദിവസം കൊടുക്കുക എന്നുള്ളത്. ഇവർ ചുമ്മാതൊന്നും അല്ലല്ലോ, സുഖവാസത്തിനൊന്നും അല്ലല്ലോ പോയി കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെ, അതായത് ഒരാളെ കൊലപാതകം ചെയ്തിട്ട് പോകുന്നവരുടെ ശമ്പളം പിടിച്ചു വയ്ക്കുക, അതായത് ഇവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക, ഇവരുടെ അക്കൗണ്ടിൽ ശമ്പളം പോകണം. എന്നാൽ ആ ശമ്പളം കൊടുക്കേണ്ടത് ഈ മരണപ്പെട്ട ആളുടെ വീട്ടുകാർക്കാണ് കൊടുക്കേണ്ടത്. ഇവന്മാർക്ക് ഒറ്റ പൈസ കൊടുക്കാൻ പാടില്ല. എന്തായാലും ഇവന്മാർ 10-70 വർഷം ജയിലിനകത്താണല്ലോ. അതുകൊണ്ട് ഇവന്മാർക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. പട്ടിയെപ്പോലെ വെറുതെ ഫുഡ് മാത്രം കൊടുത്താൽ മതി. എന്നാലേ ഇവന്മാരൊക്കെ പഠിക്കത്തുള്ളൂ, നാളെ ഇത് ഒരു മാതൃകയാകത്തുള്ളൂ. പിന്നെ തുടക്കത്തിലെ ക്രൈം എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുവാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഈ ക്രൈംസൊക്കെ കൂടി വരുന്നത്. ആ ഹോർമോണൽ ചേഞ്ചസും, പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കും, എനർജറ്റിക് ആയിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ അഗ്രസീവായിരിക്കും, ക്രിമിനൽ വാസനകൾ കൂടും ഇതേപോലെ ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഒരു വലിയ മേജർ ക്രൈംസ് ഒന്നും അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെയാണ് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജാമ്യത്തിൽ വിടാം. അവർക്ക് പശ്ചാത്താപിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാം, അവരെ മോണിറ്റർ ചെയ്യാം, പിന്നെ കൗൺസിലിംഗ് കൊടുത്താൽ നേരെയാവുമെന്ന് നോക്കാം. പിന്നെ അവർക്ക് ഇപ്പോൾ അങ്ങനെ പശ്ചാത്താപിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ, അതായത് ചെറിയ ക്രൈംസ് നടത്തിയവർ, അല്ലാതെ ഇതേപോലെ കൊലപാതകം ചെയ്തിട്ട് പോയവന്മാരെയല്ല. ഇൻ കേസ് 2-3 പ്രാവശ്യത്തിലധികമാണ് ഇവർ ഈ സെയിം ക്രൈം ചെയ്യുന്നതെങ്കിൽ ഇവരുടെ പ്രൊഫൈല്, അതായത് ഇവരുടെ പ്രൊഫൈലിൽ തന്നെ ഇതൊരു 7-8 വർഷം മിനിമം ഇത് കാണിക്കണം. അതായത് ഇവരൊരു പാസ്പോർട്ടിന് പോവുകയാണെങ്കിലോ ഒരു ജോലിക്ക് പോവുകയാണെങ്കിലോ ഇവരുടെ എംപ്ലോയർ അറിയണം, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അറിയണം ഇവർ ഇതേപോലെ ഒരു ക്രൈം ഇത്ര പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ 7 വർഷം 8 വർഷത്തേക്ക് നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടത്തില്ല. അതിപ്പോൾ ഏത് മന്ത്രി വിളിച്ച് പറഞ്ഞാലും എത്ര കാശ് കൊടുത്താലും അതിനെ അനുവദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറയ്ക്കുക. അപ്പോൾ തന്നെ ഇവർക്കൊരു പേടിയുണ്ടാവും, അതായത് ഞാൻ ഇനിയും ഇത് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഭാവിയില്ല. അങ്ങനെ ഒരു പേടി ഇവർക്കുള്ളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കണം. അവർ പറയണം, നിങ്ങൾ ഇതേപോലെ ഒരു ക്രിമിനൽ ഒഫൻസിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി വളരെ കുറവാണ് എന്നുള്ള, അതായത് 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യുന്നവർ. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വേറെ ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ബാറിൽ പോയി വെള്ളം അടിക്കുന്നു, ബാറിലെ കാര്യമാണ് പറയുന്നത്.
ബാറിൽ പോയി വെള്ളം അടിക്കുവാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു വ്യക്തി ഇൻടോക്സിക്കേറ്റഡ് ആവുകയാണെങ്കിൽ ആ ബാർ ജീവനക്കാർ അല്ലെങ്കിൽ ബാർ മാനേജ്മെൻറ്റ് പറയുക നിങ്ങൾ ഇൻടോക്സിക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ മദ്യം തരാനായിട്ട് സാധിക്കത്തില്ല, കാരണം നിങ്ങൾ ഇൻടോക്സിക്കേറ്റഡ് ആണ്. അതിൻ്റെ പേരിൽ ഇനി അവിടെ കിടന്ന് വയലൻസ് കാണിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ജാമ്യമോ കാര്യമോ ഒന്നുമില്ലാതെ, ആൾ ജാമ്യമോ കാര്യമോ പെറ്റിയോ ഒന്നുമില്ലാതെ ഡയറക്റ്റ് ജയിലിലോട്ട് പിടിച്ചിടുക. ഒരു 6 മാസത്തേക്ക് പിടിച്ചു വിടുക. അതിനുശേഷം ഇത്ര നാളത്തേക്ക് കൗൺസിലിംഗ് ചെയ്യണം, അത് സ്വന്തം പൈസയ്ക്ക്. ഈ കാര്യങ്ങൾക്കൊക്കെ പൈസ വാങ്ങണം, ഗവൺമെൻറ് പൈസ വാങ്ങണം. ഉമ്മാരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഈടാക്കിയിട്ട് കൗൺസിലിംഗ് കൊടുത്ത് നന്നാക്കി തിരിച്ചു വിടുക. അപ്പോൾ ഇതൊക്കെ ഒരു മാതൃകയായിട്ട് മാറും സൊസൈറ്റിക്ക് മുന്നിൽ. അപ്പോൾ ഇതേപോലെയുള്ള ക്രൈംസ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബാറിലിപ്പോൾ ഇങ്ങനെ മദ്യം കൊടുക്കാതിരിക്കുക, മദ്യം കൊടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആക്സിഡൻസും കുറയ്ക്കാൻ സാധിക്കും. എന്തായാലും എല്ലാവരും 100% പേരൊന്നും വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കാതെ ഇരിക്കത്തില്ല. ഓവർലി ഇൻടോക്സിക്കേറ്റഡ് ആകുമ്പോഴാണ് നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ച് ആക്സിഡൻ്റൊക്കെ പറ്റി വേറെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുക ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആക്സിഡൻസും കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു തന്നെ ഒന്നുകൂടെ പറയുകയാണ്, ഇപ്പോൾ ഈ കുറ്റം ചെയ്ത, അതായത് അച്ചുവിനും അനന്തുവിനും പശ്ചാത്താപിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാനായിട്ട് പാടില്ല. കാരണം ഇവർ പൂർണ്ണ ബോധത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ കോടതി ചെല്ലുമ്പോൾ ഇവരുടെ വക്കീൽ വാദിക്കും ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് ബോധം പോയിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ പശ്ചാത്താപിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കരുത്. അതിന് പകരമായിട്ട് ലൈഫ് ലോങ് ആയിട്ട് ഇംപ്രിസൺമെൻറ്റ് തന്നെ കൊടുക്കുക. എന്തായാലും എല്ലാവരെയും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് സമൂഹത്തിനൊരു മാതൃക കാണിക്കാൻ വേണ്ടി ഉമ്മാരെ രണ്ടുപേരെയും ഒരു 10-70-80 വർഷത്തോളം ജയിലിൽ തന്നെ ഇടുക. വിത്തൗട്ട് പരോള്. ഉമ്മാർക്ക് കിട്ടുന്ന പൈസ ആ മരിച്ചുപോയ ആളുടെ കുടുംബത്തിനെ ഏൽപ്പിക്കുക. ബാക്കി നിയമം എന്ത് പറയുന്നോ അതേപോലെ തന്നെ ചെയ്യുക. എന്നാലേ സമൂഹത്തിന് ഇതൊരു മാതൃകയാകത്തുള്ളൂ. അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ആക്സിഡൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ യുവാക്കളുടെ ഇടയിലുള്ള ക്രൈംസ് കുറയ്ക്കാൻ പറ്റും. സമൂഹത്തിനൊരു മാതൃകയാകും. ഇതേപോലെയുള്ള കൊലപാതകങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ തോട്ട്സ് പറഞ്ഞതേ ഉള്ളൂ, എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.